ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു മാന്തളും പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള 2 അയലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട്, വലിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അത് കുറച്ചും, പിന്നെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും, പിന്നെ ഒരു പിഞ്ച് ഗരം മസാലയും ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലക്കൂട്ടുകളൊക്കെ റെഡിയാക്കിയിട്ട് വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി എന്തൊക്കെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ലെമൺ ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണോളം നമ്മളിതേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ മീനിന് നല്ലൊരു മൊരിമൊരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. വെള്ളത്തിന് കുറച്ച് കുറവുള്ള പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വിനീഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം. അങ്ങനെ ഇത് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വലിയ മാന്തളും അയിലയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മസാല ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ മാന്തൾ അവിടെ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അയിലയാണ് മസാല ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വരഞ്ഞ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ നമ്മൾ മസാല ആക്കി കൊടുക്കണം. എന്നാലേ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ മീനിലൊക്കെ മസാല ആക്കിയിട്ട് നമ്മളൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീനെടുത്തിട്ട് നമ്മൾ ചട്ടിയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മീനിൻ്റെ അത്ര വലിപ്പം ചട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ വാല് കുറച്ച് പുറത്തേക്കായിട്ടാണ് നിൽക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം അതിട്ടു. പിന്നെ അപ്പുറം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള 2 അയിലേനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ എന്നും ഫ്രൈ ചെയ്യണ പോലെ ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊക്കെ ഫ്രൈ ചെയ്യാൻ നോക്കിയാൽ നമുക്കൊരു കൗതുകമാണല്ലേ. വലിയ മീനൊക്കെ കിട്ടുമ്പോൾ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പലർക്കും തോന്നലുണ്ടാവും. അങ്ങനെ ഒരു തോന്നലാണ് കേട്ടോ ഞാൻ ഈ പരിപാടിക്ക് നിന്നത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഫുള്ള് തീയിലിട്ട് ഫ്രൈ ചെയ്ത് കേട്ടോ. പറ്റ ലോ ഫ്ലെയിമിലൂടെ ഇട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലേ നല്ലപോലെ ഉള്ളൊക്കെ ആയി കിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഫുള്ളായിട്ട് കുക്ക് ചെയ്യണോണ്ട് തന്നെ എന്താ പറയുക, പെട്ടെന്ന് ഫുള്ളിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പറ്റ സിമ്മിലിട്ടാൽ കുറേ ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മീൻ ഇവിടെ ഒരു സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. നമ്മൾ എന്താ പറയുക, ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു വേറൊരു ടേസ്റ്റുമാണ്. സ്മെല്ലാണെങ്കിൽ നല്ല സ്മെല്ലായിട്ടുണ്ടാവും ചെയ്യും. ഈ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മീൻ കുറച്ച് ചെറുതായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ മീൻ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. എനിക്ക് മാന്തൾ ഭയങ്കര ഇഷ്ടമാണ് മീൻ. പക്ഷേ വലിയ മാന്തളിനോട് എനിക്കെന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ യാമിനെ പ്രസവിച്ചെടുക്കുന്ന ടൈമിൽ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഉച്ചക്കത്തെ ചോറിന് ഈ മീനായിരുന്നു കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ പിന്നെ ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ ഇത് കഴിക്കൽ തുടങ്ങി കേട്ടോ.
അപ്പോൾ ഇതാ നോക്ക്, നമ്മുടെ അടിപൊളി ഹോട്ടൽ സ്റ്റൈൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.